പക്ഷേ ഈ ട്രംപിന്റെ നിലപാട് ഇന്ത്യ എത്രയൊക്കെ താരിഫ് കൂട്ടിയിട്ട് ഇന്ത്യ കുലുങ്ങുന്നില്ല. ഇന്ത്യക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ വ്യവസായ മേഖലയിലെ പല ഇപ്പോൾ സമുദ്ര ഉൽപ്പന്നങ്ങളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ട്രംപിന്റെ പകപോക്കൽ നടപടി, കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ വിഷയമെന്ന് ട്രംപ് കാണുന്നത്. ഈ പകപോക്കൽ നടപടിക്ക് ഇന്ത്യ നിന്നു കൊടുക്കില്ല എന്നുള്ള നിലപാട് ഇന്ത്യ വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഇന്ത്യ ഉറച്ചു നിൽക്കാൻ തന്നെ ആയിരിക്കുമോ ഇന്ത്യയുടെ? കാരണം ഈ ചില മേഖലകളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമ്പോഴും ഇന്ത്യ എടുക്കുന്ന നിലപാട് അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഈ താരിഫ് പിൻവലിക്കുന്നത് വരെ ഇന്ത്യ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടായിരിക്കുമോ? മറിച്ചൊരു നിലപാടിന് പ്രസക്തിയില്ല. ഇന്ത്യക്ക് വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായി ലോകരാഷ്ട്രങ്ങളോട് ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ള ശേഷി ഇന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങളോട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കേണ്ടത് ഒരാവശ്യമാണ്. നമ്മളുടെ സ്റ്റാൻഡ് നിലനിർത്തി അമേരിക്കയുമായിട്ട് എന്ത് കരാറിൽ ഏർപ്പെടാതിരിക്കുകയോ ചെയ്യാനായിട്ടുള്ള ശക്തി ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ പകരച്ചുങ്കം എന്ന പേരിൽ 50% നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി നിശ്ചയിക്കാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ അതിനകത്ത് കുലുങ്ങാത്തത്. നിങ്ങളങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളങ്ങനെ തീരുമാനിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി, അല്ലേ? വിദേശകാര്യ പ്രതിനിധി ജയശങ്കർ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞ. അതെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, വേണ്ട, ഇത് കച്ചവടമാണ്. അതല്ലാണ്ട് നിങ്ങളുടെ വിധേയനോ അടിമയായിട്ട് നിൽക്കുന്ന രാഷ്ട്രമല്ല ഇന്ത്യ. അത് അതിശക്തമായിട്ട് പറയുകയും ആ കാര്യങ്ങൾ അവിടെ അവരുടെ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് അമേരിക്കൻ സൊസൈറ്റി പൊതുവെ പറഞ്ഞത് ഈ ട്രംപിൻ്റെ ഈ സമീപനം, ഇന്ത്യയോട് എടുക്കുന്ന ഈ സമീപനം ശരിയല്ല എന്നുള്ളതാണ്. അത് മാറ്റണം എന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ തന്നെ അമേരിക്കയിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ വിപണിയിൽ അവരുടെ കൺസ്യൂമർ ഐറ്റംസിൻ്റെ വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വില വർദ്ധിക്കുമ്പോൾ ആ വിലക്കയറ്റത്തിന് ഇരയായിത്തീരുന്നത് അമേരിക്കൻ പൗരന്മാരാണ്. അങ്ങനെ വിലക്കയറ്റത്തിന് ഇരയായിത്തീരുമ്പോൾ ഏതൊരു പൗരസമൂഹവും ആ സർക്കാരിനെതിരെ തിരിയും, ട്രംപിനെതിരെ തിരിയും. അതിന് കാരണം എന്തായിക്കൊള്ളട്ടെ, അത് അവർക്കൊരു പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയാണ്, പല മേഖലകളിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള പകരച്ചുങ്കത്തിന് കഴിയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വസ്ത്രവ്യാപാര രംഗത്ത് വലിയ തിരിച്ചടികൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ കിറ്റെക്സ് ഒക്കെ പ്രതിസന്ധിയിൽ തന്നെയാണ്. അദ്ദേഹം പലതൊക്കെ പറയും, പക്ഷേ ആ പുതിയ മാർക്കറ്റ് കണ്ടെത്തിയാൽ മാത്രമാണ് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളെ മറ്റ് മാർക്കറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച, എന്ത് ചെയ്തു, നരേന്ദ്രമോദി ജപ്പാനിൽ ചെല്ലുകയും അവിടുത്തെ സ്വകാര്യ കമ്പനികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ സംഭാഷണം നടത്തുകയും അവിടെ നിന്ന് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനായിട്ടുള്ള രീതികൾ, അവരുടെ പുതിയ കോൺട്രാക്റ്റ്, അങ്ങനെ പലതുമൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു യഥാർത്ഥത്തിൽ എന്താണ് ഉഭയകക്ഷി ചർച്ച പോലെ മാറിത്തീരുകയും ജപ്പാനും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം കുറച്ചും കൂടി വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പകരം ഒരു മാർക്കറ്റ് വേണം. അമേരിക്കയുടെ ഒരു മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു മാർക്കറ്റ് വേണം. ആ മാർക്കറ്റിനെ ജപ്പാൻ എത്രമാത്രം നമുക്ക് സംഭാവന ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പരിശോധിക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ അദ്ദേഹം പല സ്ഥലത്ത് പോയി ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ റെയിൽവേ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്ന റെയിൽവേ ആയിട്ട് മാറാൻ പോകുന്നു എന്ന് കൂടി ഉള്ള സൂചന അതിൻ്റെ അകത്തുണ്ട്. പിന്നെ 1-ാം തീയതി 31-നും ഷാങ്ഹായിൽ നടക്കുന്ന വലിയ സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിലേക്കും ട്രംപ് പോകുന്നുണ്ട്. പോകുമ്പോൾ ചൈനയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, റഷ്യയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഐക്യ രൂപീകരണം സാധ്യമായി വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പരതിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മാർക്കറ്റിന് പകരമുള്ള മാർക്കറ്റുകൾ, പകരം മാർക്കറ്റുകൾ എന്നുള്ള എന്നുവെച്ചാൽ റീപ്ലേസ് അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ട്രംപ് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള വെല്ലുവിളിയെ നമ്മൾ
കടക്ക് വെച്ച് വെട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റൊരു കാര്യം അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ അമേരിക്കൻ വിപണിയിൽ കിട്ടുന്ന അത്രത്തോളം ഒരു നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടുന്ന ഒരു വാല്യൂ മറ്റുള്ള വിപണികളിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ചെമ്മീനും അതുപോലെ നമ്മുടെ മാത്രമായ തനതായ പല ഉത്പന്നങ്ങൾക്കും അമേരിക്കൻ മാർക്കറ്റിൽ വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട്. അത് മറ്റു മാർക്കറ്റുകളിൽ അത്തരം സ്വീകാര്യത കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? സ്വീകാര്യത അത്ര കണ്ടെത്താനായിട്ട് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് പങ്കാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ മാംഗോ എന്ന് പറയുന്നത് നമ്മളെ കയറ്റി അയക്കുന്ന മാമ്പഴം അമേരിക്കയുടെ അവരുടെ ഡൈനിങ് ടേബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്യൂസ് ഐറ്റമായിട്ടത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സാധ്യത പെട്ടെന്ന് അവയ്ക്ക് വേറെ സ്ഥലത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് വെച്ചാലില്ല. ചെമ്മീൻ പോലെയുള്ളതായിട്ടുള്ള ഐറ്റങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മൾ കയറ്റുമതി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെയും നമുക്ക് തിരിച്ചടികളുണ്ടായാൽ അതിന് പകരം നമ്മൾ വിപണി കണ്ടെത്തുമ്പോൾ അതത്ര ഭംഗിയുള്ളതാവണം എന്നില്ല, അല്ലെങ്കിൽ ഇതേപോലെ സ്വീകാര്യതയുള്ളതാവണമെന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞാൽ നമ്മുടെ ഭാവി തന്നെ ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ പരിക്കുകളിൽ ഏറ്റാലും ഭാവിയിൽ നമുക്ക് കുഴപ്പങ്ങളുണ്ടാകാൻ പാടില്ല എന്ന നിലപാടിലേക്ക് പോവുകയും പുതിയ വിപണികൾ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണമാണ്. ഇതുപോലെ തന്നെ അമേരിക്കയ്ക്കും തിരിച്ചടി കിട്ടില്ലേ? കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് കൂട്ടി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നും കൂടുതൽ താരിഫുകൾ കൊടുത്ത ആളുകൾക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും ഈ വലിയ ഇടിവ്, വിപണിയിൽ വലിയ ഇടിവ് അമേരിക്കയ്ക്ക് സംഭവിക്കില്ല. അപ്പോൾ ഈ തീരുമാനം കൊണ്ട് ഇന്ത്യക്ക് മാത്രമല്ല അടി കിട്ടുന്നത്, അമേരിക്കയ്ക്കും കൂടെയല്ലേ? അതായത് ഒരു റെസിപ്രോക്കൽ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു രാഷ്ട്രമെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, അവരോടൊപ്പമുള്ളതായ പങ്കാളികളെയും ബാധിക്കും. ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഇന്ത്യക്ക് പ്രശ്നമാണ്, അതുപോലെ തന്നെ അമേരിക്കയ്ക്കും പ്രശ്നമാണ്. അമേരിക്കയ്ക്ക് പ്രശ്നമാവുന്നത് അമേരിക്കൻ ഉപഭോക്താക്കൾക്കാണ് പ്രശ്നമായത്. ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ചിലപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ പണം ലഭിച്ചേക്കാം, പക്ഷേ ഉപഭോക്താക്കൾ എന്ന നിലയ്ക്ക് അവിടുത്തെ അമേരിക്കൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടം നേരിടേണ്ടി വരും. ആ നഷ്ടം അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ മാമ്പഴത്തിൻ്റെ കാര്യത്തിലായാലും ചെമ്മീൻ്റെ കാര്യമായി കഴിഞ്ഞാലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വിവിധ മേഖലകളിൽ വരുന്ന കാര്യങ്ങളായാലും ഇതിലൊക്കെ അവർക്ക് ആണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് നഷ്ടം സംഭവിക്കുന്നു, അമേരിക്കൻ പൗരന്മാർക്ക് നഷ്ടം ഉണ്ടാകും. എന്നുവെച്ചാൽ ഇതിൻ്റെ നഷ്ടം, ഈ ചുങ്കയുദ്ധത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല, അതാണ് പ്രശ്നം. ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാകുന്ന പോലെ തന്നെ അമേരിക്കയ്ക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും അത് ബാധിക്കും എന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ വലിയ ഒരു മാന്ദ്യം, സാമ്പത്തിക മാന്ദ്യം വേണമെങ്കിൽ അമേരിക്കയിലുണ്ടാകും. കാരണം വളരെ സ്മൂത്തായിട്ട് നടന്നിരുന്ന ബിസിനസ്സാണ് പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, തടസ്സപ്പെട്ടിരിക്കുന്നത്. ആ സ്മൂത്ത് മൂവ്മെൻറ്റ്സ് ചരക്കുകളുടെ കാര്യത്തിൽ, ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും, നമുക്കും പ്രതിസന്ധി ഉണ്ടാക്കുക. പക്ഷെ പ്രതിസന്ധികളേക്ക് മറികടക്കാനായിട്ടുള്ള ചില സിസ്റ്റങ്ങളൊക്കെ എല്ലാ രാഷ്ട്രങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും അതിനെ ഈ ബഫർ മേഖല എന്നാണ് അതിനെ വിശേഷിക്കുന്നത്. ഈ ബഫർ മേഖല എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഒരു പരിധിവരെ ഇതിൽ വരുന്നതായിട്ട് വലിയ ചാഞ്ചാട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പരിക്കില്ല നിലനിർത്താനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാപ്പിയാണോ മാഷേ? ഹാപ്പിയാണ്.